വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൻ ഹബ്. നമ്മളിന്നൊരു 4 റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡെക്കറേഷനും പിന്നെ നമ്മളതിൻ്റെ സ്പഞ്ച് അതെങ്ങനെ റെഡിയാക്കാം നല്ലൊരു ടേസ്റ്റിലും നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഹൈറ്റിൽ വന്നിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പലരുടെയും റെഡ് വെൽവെറ്റ് ആ ഒരു കളർ ഇടുമ്പോഴേക്കും നമ്മൾ ലൂസായി പോകുമ്പോൾ ആ ഒരു സ്പഞ്ച് കറക്റ്റായിട്ട് ചിലർക്ക് കിട്ടാറില്ല, ഫ്ലോപ്പായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ പെർഫെക്റ്റായിട്ട് നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിതിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്തെടുക്കുന്നത്. സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളവർ അതിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കതിൻ്റെ ആ ഒരു സ്പഞ്ച് റെഡിയാക്കാൻ പറ്റും. നന്നായിട്ട് ബീറ്റായി കിട്ടും പെട്ടെന്ന് തന്നെ. ഞാനിപ്പോൾ ഓരോ കിലോ വെയിറ്റ് വരുന്ന 2 കേക്കുകളാണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്, കാരണം ഒരുമിച്ച് ചെയ്യാനുള്ള മോൾഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ അത് ചെയ്തിട്ട് 2 മോൾഡായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതപ്പോൾ നല്ല ഹൈറ്റും കിട്ടും. അങ്ങനെ അപ്പോൾ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്തത്. 1 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാനില എസൻസും 1 ടീസ്പൂൺ പിന്നെ ഒരു പിഞ്ചുപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു 4 മിനിറ്റ് മാക്സിമം അത്രയും മതി. അത്രയും നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു കളറ് കാണുമ്പോഴേ നല്ലൊരു കളറിലും നല്ലൊരു ക്രീമി ടെക്സ്ചറിലുമാണ് കിട്ടിയിരിക്കുന്നത്. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് 1 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുക്കുക. അതിനകത്ത് നിന്ന് 1 ടീസ്പൂണിൻ്റെ പകുതി മൈദ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. എന്നിട്ടിപ്പോൾ കളർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ഇതേപോലെ യൂസ് ചെയ്യുമ്പോൾ ഇട്ടിട്ട് നോക്കിയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ പാലല്ല ഒഴിച്ചത്, അതായത് നല്ല തിളച്ച ചൂടുവെള്ളം, അതായത് നല്ല തിളച്ച വെള്ളമായിട്ട് നല്ല ചൂടായിരുന്നു. അങ്ങനെ ആ ചൂടിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാലല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ ഒരു ടിപ്പ് നന്നായിട്ട് നിങ്ങൾക്കത് പ്രയോജനകരമാവും. ഇങ്ങനെ ചെയ്തെന്നാൽ നല്ല ഫ്ലഫിനെസ്സിനായിട്ട് നമുക്ക് ആ ഒരു സ്പഞ്ച് കിട്ടും. ഈ ഒരു ചൂടുവെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചെന്നാൽ ചൂടോടെ തന്നെ ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല സ്പഞ്ചായിട്ട് നല്ലൊരു നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തുളുമ്പുന്ന രീതിയിലുള്ള അത്രയും നല്ല സ്പഞ്ചായിട്ട് നമുക്കത് കിട്ടും. പിന്നെ ആ കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ കുറച്ച് ആഡ് ചെയ്യുന്നത്. നമ്മളിതിപ്പോൾ ഇട്ട് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കറക്റ്റ് അളവിൻ്റെ കളർ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ആ ഒരു അളവാണ്, കളർ കിട്ടുന്നത് വരെ നമ്മൾ ഇട്ട് കൊണ്ടിരിക്കുക. ജെല്ലാവുമ്പോഴേക്കും അധികം കളർ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരുന്നത് വരെ നമ്മൾ ആ സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ക്രീമി നമ്മൾ റിബൺ കൺസിസ്റ്റൻസിയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടണം അത്. അപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്നിട്ടിപ്പോൾ 2 മോൾഡിൽ ഞാൻ ഒഴിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും. കാരണം ഒറ്റ മോൾഡിൽ ചെയ്താൽ അത് പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അത്രയും ഉണ്ടായിരുന്നു അത് ബീറ്റ് ചെയ്ത് വന്നപ്പോൾ. 4 മുട്ടയാണെങ്കിലും 1 കിലോ വെയിറ്റ് വരുന്ന ആ ഒരു ഹൈറ്റിൽ പൊങ്ങി പോകണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ നല്ല ഹൈറ്റ് നമുക്ക് സെപ്പറേറ്റ് ലെയർ കിട്ടും, നല്ല ഹൈറ്റിലുള്ള ലെയർ കിട്ടും. കാരണം കുറച്ച് നമ്മൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. ഒരെണ്ണത്തിൽ ഞാൻ അതിൻ്റെ ക്രംസാണ് മേളിൽ ഡെക്കറേഷനായിട്ട് ചേർക്കുന്നത്. മറ്റേ കേക്കിൽ ഗനാഷ്, അങ്ങനെ 2 വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം. അതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ ആ കളറാണെങ്കിലും ആ ഒരു സ്പഞ്ചാണെങ്കിലും നല്ല സോഫ്റ്റായിരുന്നു. കാരണം അത് അതിൻ്റെ ക്രംസ് കഴിക്കാനും നല്ല ടേസ്റ്റ്. ആ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു കളറാണെങ്കിലും സ്പഞ്ചാണെങ്കിലും ആ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പഞ്ച് നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തെന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ റെഡിയാക്കാൻ പറ്റും. എന്നിട്ടിപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ തുളുമ്പുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ, പക്ഷേ വളരെ സൂക്ഷിച്ച് ഞാൻ കട്ട് ചെയ്തത്. അത്ര സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് നമുക്ക് കിട്ടിയത്.
എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ 3 ലെയറാണ് ആഡ് ചെയ്യുന്നത്. 4 ലെയർ എടുത്തു. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയത് ഞാൻ അത് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തിട്ട് ഞാനിത് സെപ്പറേറ്റാണ് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒരുപാട് ഓവറായിട്ടത് ഒഴുകുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചെന്നാൽ അത് സൈഡിലൂടെ ഒഴുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങളിൽ വെച്ചിട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ക്രീമിലും ലെയറിലും ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ സാധാരണ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് റെഡ് വെൽവെറ്റിൻ്റെ ഒരുപാട് കേക്കുകൾ. എന്നാലിതിപ്പോൾ ഞാൻ വിചാരിച്ചു പെർഫെക്റ്റായിട്ട് നമുക്കതൊരു ഞാൻ പാലൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെള്ളം ഞാൻ ഒഴിച്ചത്. അത് ആ ചൂട് നല്ല തിളച്ച വെള്ളമായിരുന്നത്, അത് ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് ലാസ്റ്റ് അത് സ്കിപ്പായി പോയതാണ് ബേക്കിംഗ് സോഡ. നമ്മൾ അത് വിനാഗിരിയിൽ ലാസ്റ്റ് നമ്മൾ ചേർത്തിട്ട്, അതായത് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് 1/2 ടീസ്പൂണിൽ വിനാഗിരി എടുക്കുക, അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് അപ്പോൾ പൊങ്ങി വരും. അതപ്പോൾ തന്നെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ അപ്പോൾ അല്ലാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ടെക്സ്ചർ തന്നെ കിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്തെന്നാൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചൂട് വെള്ളം, നല്ല തിളച്ച വെള്ളം നമ്മളത് ഒഴിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്കൊരു സോഫ്റ്റായി. മാത്രമല്ല അത് ബീറ്റ് ചെയ്തതിൻ്റെ ആ ടെക്സ്ചറും കൂടിയാണ്. നന്നായിട്ട് നമ്മൾ ബീറ്റ് ആവണം. നമ്മളുടെ എഗ് ബാറ്റർ ബീറ്റായി കിട്ടിയാൽ മാത്രമേ നമ്മളുടെ സ്പഞ്ച് റെഡി ആവുകയുള്ളൂ. നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ തന്നെ ലെയറിലും ക്രീമിലും ഒക്കെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അല്ലെ വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്താലും മതി. കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ്. കാരണം ഒരുപാട് പേര് ഇതിപ്പോൾ റെഡ് വെൽവെറ്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഈ റെഡ് വെൽവെറ്റിന് ഒരുപാട് ഫാൻസാണുള്ളത്. അത്രയും ടേസ്റ്റിൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു പെർഫെക്റ്റ് ഞാനിത് ഫുള്ള് ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചത് നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് കൊണ്ടാണ്. ഇത്രയും നന്നായിട്ട് ആ സ്പഞ്ചാണെങ്കിലും നല്ല ഒരു പെർഫെക്റ്റ് സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ സൈഡൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ക്രംസ് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കേക്ക് നമ്മളത് ഗനാഷാണ് മേളിൽ ഒഴിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തെടുത്തത്. ഒരിടത്തേക്ക് തന്നെയായിരുന്നു 2 റെഡ് വെൽവെറ്റും. കാരണം ഇതിന് മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും റെഡ് വെൽവെറ്റ് തന്നെ അവർ ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഡെക്കറേഷൻ ചെയ്യാൻ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാനത് ഒരു ചെറിയ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്ത് വെച്ച്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ റെഡും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷനാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. രണ്ടിലും 2 രീതിയിൽ. ഇതിപ്പോൾ ഞാനിതൊരു OHP ഷീറ്റിൽ ചെയ്തെടുത്തത്, മറ്റേതിൽ ഞാൻ മോൾഡിലാണ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ അതേപോലെ തന്നെ ഒരുമിച്ചത് ചെയ്തെടുത്ത് ഗനാഷ് ഒഴിക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ നമ്മൾ റെഡ് കളർ ചേർത്തിട്ട് ഇതുപോലെ ഡ്രോപ്പായിട്ടാണ് നിൽക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ആ വിലയേറിയ കമൻസൊക്കെ ഈ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടും വളരെ സിമ്പിളാണ്. നമ്മൾ ക്രംസ് ഇടുന്നത് ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ഡെക്കറേഷനാണ്. പിന്നെ തുറന്ന ഗനാഷ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ചെയ്തെടുത്തു. രണ്ടും വ്യത്യസ്തമായിട്ട്. അതിൻ്റെ താഴെ ഇതേപോലെ തന്നെ അതിൻ്റെ ക്രംസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡ്രിപ്പ് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. എന്നിട്ട് പേരും എഴുതി വെച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് ബ്ലാക്കും വൈറ്റും കൂടിയുള്ള ആ ഒരു ഡെക്കറേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനത് മോൾഡിലാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട്. പിന്നെയുള്ളത് 2 ഞാൻ വൈകുന്നേരം കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതിന് ശേഷം കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.